ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കഴിഞ്ഞ നാളുകളിൽ പല ദൈവദാസന്മാരാൽ അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വിലയേറിയ വചനം ശ്രദ്ധിക്കുവാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ഇടയായി തീർന്നു. ഇന്ന് വീണ്ടും എളിയവനും ഇങ്ങനൊരു അവസരം ലഭിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകളിലേക്ക് എന്നെ ക്ഷണിച്ച കോട്ടയം സഭയോട്, ഉത്തരവാദിത്തപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്കുള്ള ഹൃദയംഗമായ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നു മുതൽ അടുത്ത 4 ആഴ്ചകൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ എളിയ നിലയിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തിക്കായി നമ്മെ തന്നെ ശുദ്ധീകരിക്കുക എന്ന വിഷയമാണല്ലോ കർത്താവിദാസൻ KV തോമസ് എടുക്കുവാനിടയായത്. ആ ക്ലാസ്സുകൾ അനുഗ്രഹമായി തീർന്നെന്ന് കേൾക്കുവാനിടയായി ഞാൻ അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഈ തൊട്ടടുത്ത് വരുന്ന 3 ആഴ്ചകളിലും അങ്ങനെ 4 ആഴ്ചകളിലായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയം ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും എന്ന വിഷയമാണ് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും. കഴിഞ്ഞ ചില നാളുകളായിട്ട് ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് കർത്താവ് എന്നോട് കരുണ കാണിച്ചു. വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി കടന്നുപോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ചില യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഈ ടൈറ്റിലിന് ഒരല്പം പ്രത്യേകത കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു ചെറിയ പ്രത്യേകത ഈ വാക്കിലുണ്ട് എന്നുള്ളത് വിശേഷാൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവ കൃപയുടെ സമൃദ്ധി. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം. ദൈവകൃപയുടെ സമൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ വായിപ്പാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമായിട്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. സമൃദ്ധമായിരിക്കുന്ന ജീവൻ അല്ലെങ്കിൽ സമൃദ്ധമായിരിക്കുന്ന കൃപ, ദൈവകൃപയുടെ സമൃദ്ധി, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ധാരാളമായി പ്രാപിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 2-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് ദൈവഭക്തിയുടെ പ്രായോഗികത എന്നുള്ളതായ ഒരു കാര്യമാണ്. ദൈവഭക്തിയുടെ പ്രായോഗികത എന്ന് പറയുമ്പോൾ ഭക്തിയുള്ള ജീവിതത്തിന് ഒരു പ്രായോഗിക വശം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ തന്നെ, ഈ തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നതായ ഒരു വിഷയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവഭക്തിക്ക് ഒരു പ്രായോഗികമായ അനുഭവം ഉണ്ട്. ഒരു പ്രായോഗികമായ ജീവിത പശ്ചാത്തലത്തിലാണ് ദൈവഭക്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതായ വിഷയമാണല്ലോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം മുഴുവനായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല, അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. എന്നാൽ ഈ അധ്യായത്തിൽ 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അനേക വിഷയങ്ങൾ. അതിൽ ചിലതാണ് ഒന്ന് കണ്ടെടുത്ത് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് 15-ാമത്തെ വാക്യം, ഈ അധ്യായം അവസാനിപ്പിക്കുന്ന വാക്യത്തെ ഒന്ന് എടുത്തു പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 2-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും, അനേക വിഷയങ്ങളുണ്ട്. 2-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും തീത്തോസിനോട് പറയുകയാണ്, പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം, അത് പ്രബോധിപ്പിക്കണം,
ആ വിഷയം സംബന്ധിച്ച് ശാസിക്കുകയും ചെയ്യണം എന്ന് പ്രാരംഭമായി തന്നെ, അല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ അവസാനം എന്നവണ്ണം ധന്യനായിരിക്കുന്ന പൗലോസ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവ് ചെയ്ത് ബൈബിളിൽ ആ വാക്യങ്ങളൊന്ന് നോക്കുവാൻ ഇടയായിത്തീരണം. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഒരധ്യായം പറഞ്ഞു വന്നിട്ട് 14 വാക്യങ്ങളിൽ ധാരാളം വിഷയങ്ങൾ പൗലോസ് ആവർത്തിച്ച് തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതിന് ശേഷം ഈ അധ്യായത്തിലെ അവസാന വാക്യത്തിൽ അതിന്റെ കൺക്ലൂഷനായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണമെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ളത് അതിൽ തന്നെ കടങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാതെ പ്രസംഗിക്കാൻ പറ്റുകയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഈ കാര്യം പറയുക എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണമെങ്കിൽ ഈ വിഷയം സംബന്ധിച്ച് നാം ധാരാളമായി ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പൂർണ്ണ ഗൗരവത്തോടെ എന്ന് പറയുമ്പോൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടെ, പൂർണ്ണ ഭക്തിയോടുകൂടെ, പൂർണ്ണമായിരിക്കുന്ന അനുസരണത്തോടുകൂടെ ദൈവത്തിന്റെ വിലയേറിയ വചനത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടതായ നിലയിൽ ഈ കാര്യം ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും വേണമെന്നുള്ളത് പൗലോസ് ഓർമ്മിപ്പിക്കുന്നതായ വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ ഈ അധ്യായത്തിന് വന്നത് എന്ന് ഞാൻ ചിന്തിപ്പാനിടയായിട്ട് തീർന്നു. ഇത് പ്രസംഗിക്കണം, ഇത് പ്രബോധിപ്പിക്കണം, മാത്രവുമല്ല ശാസിക്കുകയും ചെയ്യണം. തീത്തോസിനെ സംബന്ധിച്ച് തീത്തോസിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരും തീത്തോസിനെ തുച്ഛീകരിക്കുവാനും ഇടയാകരുത് എന്ന് താൻ വളരെ ഗൗരവമായിട്ട് ഓർമ്മിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. മുമ്പോട്ട് പോകട്ടെ. 2-ാമത്തെ അധ്യായത്തിൽ 2-ാം അധ്യായം മുഴുവനായിട്ട് വായിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ 15 വാക്യങ്ങളാണുള്ളത്. ഞാനത് പറഞ്ഞല്ലോ. ഈ 15 വാക്യങ്ങളിൽ ആവർത്തിച്ച് വരുന്ന ഒരു പദപ്രയോഗമാണ്. അതായത് 4 പ്രാവശ്യത്തോളവും ഈ വാക്ക് ആവർത്തിച്ച് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്: സുബോധത്തോടെ. നിങ്ങൾ ആ വാക്യം കണ്ടു കാണും. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം: വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം. സുബോധമുള്ളവരായിരിക്കുക. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 6-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. ഞാൻ ഒന്നും കൂടെ പറയാം. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 5-ാം വാക്യം, 6-ാം വാക്യം, 13-ാമത്തെ വാക്യം. ഈ 4 വാക്യങ്ങളിൽ സുബോധത്തോടെ എന്നുള്ളതായ ഒരു പ്രയോഗം കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഈ സുബോധത്തോടെ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ പല ഡിക്ഷണറികൾ പരിശോധിപ്പാൻ ഇടയായി തന്നപ്പോൾ അതിന് ചില അർത്ഥങ്ങൾ ഞാനിവിടെ കുറിച്ചു വെക്കുവാൻ ഇടയായി. ഒന്നാമത് ഗൗരവമുള്ള എന്ന ഒരർത്ഥം കാണാൻ കഴിയുന്നുണ്ട്. സുബോധത്തോടെ എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ളത്, അത് നിസ്സാരമാക്കി കളയരുത് എന്നുള്ളതിന്റെ എതിർപദമാണ് ഗൗരവമുള്ളത്. പിന്നെ സമചിത്തനായ എന്നൊരു വാക്കുണ്ട്, വിവേകശീലനായ എന്നൊരു വാക്കുണ്ട്, സമചിത്തതയുള്ള എന്നൊരു പദപ്രയോഗമുണ്ട്. ഇങ്ങനെ പല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു വാക്കാണ് സുബോധത്തോടെ എന്നതായിരിക്കുന്ന പദപ്രയോഗം. ഇംഗ്ലീഷിൽ സോബർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. ഈ 4 വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്നൊരു പദപ്രയോഗമാണ് സുബോധത്തോടെ. ഗൗരവമുള്ള, സമചിത്തനായ, വിവേകശീലനായ, സമചിത്തതയുള്ള എന്നൊക്കെ തുടങ്ങിയതായിരിക്കുന്ന അർത്ഥം വരുന്ന സോബർ എന്നതായിരിക്കുന്ന ഒരു വാക്കാണ്
ഈ വിഷയത്തിൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ചില സത്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനായിട്ടാണ് ഇന്ന് രാത്രി താല്പര്യപ്പെടുന്നത്. 4 പ്രധാനപ്പെട്ട വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഈ വാക്ക് വരുന്നത്. സുബോധത്തോടെ. ആ വാക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും, അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 4 പ്രധാനപ്പെട്ടതായ വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഈ പദപ്രയോഗം തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ 4 വിഷയങ്ങൾ ഒന്ന് പറയാം, ഒരല്പ വിശദീകരണം കൂട്ടി പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം വരുന്നത് 2-ാമത്തെ വാക്യത്തിലാണ്. 2-ാമത്തെ വാക്യം സൂക്ഷ്മതയോടെ ഒന്ന് വായിച്ചു നോക്കുക. ഞാനിപ്പോൾ വായിച്ചതാണ്, ഒന്നും കൂടെ വായിക്കാം. വൃദ്ധന്മാർ, നീയോ പദ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക, വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും എന്നിട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും. നോക്കുക, വാക്ക് ശ്രദ്ധിക്കുക. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവർ ആയിരിക്കുക എന്ന് പറയുന്ന ആ ഭാഗത്താണ് സുബോധത്തോടെ എന്ന വാക്ക് വരുന്നത്. അതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കുക എന്ന് പറയുന്ന ആ ഭാഗത്താണ് സുബോധത്തോടെ എന്ന വാക്ക് വരുന്നത്. എന്താണ് ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ വിശ്വാസ ജീവിതത്തെ തരംതിരിച്ച് പഠിക്കുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇവിടെ പ്രത്യാശ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സഹിഷ്ണുത എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും ഈ സഹിഷ്ണുത കൊണ്ട് എത്തിക്കുന്നത് പ്രത്യാശയിലേക്കാണ്. കാരണം റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളും സന്തോഷിക്കുന്ന ഒരു വാക്ക് റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് പ്രത്യാശയിലേക്കുള്ളതായിരിക്കുന്ന മാർഗരേഖയിലാണ് എന്നുള്ളത് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്താണിത്? ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും നിൽക്കുന്നതായ ഒരു ജീവിതമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കണം. ദേ ആർ സൗണ്ട് ഇൻ ഡോക്ട്രിൻ. ദൈവത്തിന്റെ വിലയേറിയ വചനം പറയുകയാണ്, അടിസ്ഥാന പ്രമാണങ്ങളിൽ നിങ്ങൾ ഗൗരവബോധമുള്ളവരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആ വിഷയത്തിന്റെ വിസ്തൃതി എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിൽ ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ നാം ഗൗരവബോധമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം സംബന്ധിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ വിശ്വാസത്തിന് വർധനവ് സംഭവിക്കുന്നുണ്ടോ? വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ടോ? വിശ്വാസത്തിന്റെ ജീവിതമാണോ നാം ജീവിക്കുന്നത്? കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര നാം ജീവിക്കുന്നത് എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ എത്രമാത്രം വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്? വിശ്വാസ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് മറുപടി പറയാനായിട്ടുള്ളത്? നമ്മുടെ ജീവിതം വിശ്വാസത്താൽ തന്നെയാണോ ആയിരിക്കുന്നത്? നാം വിശ്വാസം തന്നെയാണോ ഇരിക്കുന്നത്? പത്രോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ എന്നാണല്ലോ പത്രോസ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തെ അനുകരിക്കുമ്പോൾ, ഞാൻ വിശ്വാസത്തെ പിൻപറ്റുമ്പോൾ എന്നിൽ ആ വിശ്വാസം എത്രമാത്രം വർദ്ധിച്ചു വരുന്നുണ്ട്? മാത്രവുമല്ല, വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും ഇത് ഒഴിച്ചുകൂട്ടി ഒരു ക്രിസ്തീയ ജീവിതത്തെ ആർക്കും വിശകലനം ചെയ്യുവാനായിട്ട് കഴിയുന്നതല്ല.
പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നാം എത്രമാത്രം സുബോധമുള്ളവരാണ്, നാം എത്രമാത്രം ഗൗരവബോധം ഉള്ളവരാണ്. 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഒന്നാമതായിട്ട് തീത്തോസിന്റെ ലേഖനത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ കാര്യത്തെ ഓർത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും നാം എത്രമാത്രം സുബോധമുള്ളവരായിരിക്കുന്നു, എത്രമാത്രം ഗൗരവബോധം നമ്മെ ഭരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ജീവിതം, വിശ്വാസ ജീവിതം ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് സുബോധത്തോടുകൂടെ ഗൗരവത്തോടുകൂടെ ആണോ നാം ഈ ജീവിതത്തെ നോക്കിക്കാണുന്നത് എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടത്, സ്വയം വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. 2-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക. 3-ാമത്തെ വാക്യം നോക്കുക. 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. വീണ്ടും അതേ പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 3ഉം 4ഉം വാക്യങ്ങൾ ഞാൻ ചേർത്ത് വായിക്കാം. 3-ാമത്തെ വാക്യം: വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാർത്തിലെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർ കീഴടങ്ങരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. മുഴുവൻ വായിക്കുന്നില്ല. അവിടെ വായിച്ചിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 2-ാമതായിട്ട് അവിടെ ഉപയോഗിക്കുന്ന പദപ്രയോഗം നോക്കുക. ഗൗരവബോധമുള്ളവരായിരിക്കുക എന്ന് പറയുന്ന ഭാഗത്ത് എന്താ ചിന്തിക്കുന്നത്? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കണം, ദൈവവചനത്തെ ദുഷിക്കപ്പെടാതിരിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമായിട്ടല്ലേ അതിരിക്കുന്നത്. ദൈവവചനം എൻ്റെ ജീവിതത്തിന്റെ ജീവിത രീതികൾ കൊണ്ട്, എൻ്റെ ജീവിതത്തിന്റെ ചര്യ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത്. ഈ വിഷയത്തിൽ നാം വളരെ ഗൗരവബോധമുള്ളവരായിരിക്കണം. അതാണ് സുബോധമായിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഏത് കാരണത്താലാണ് ദൈവവചനം ദുഷിക്കപ്പെടുന്നത്? 100% അത് ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ജീവിതം ശരിയല്ലാതെ വരുമ്പോൾ ഈ ലോകം നമ്മെ ദുഷിക്കും. ദുഷിക്കുന്നത് ദൈവവചനം സംബന്ധിച്ചാണ് നമ്മെ ദുഷിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം. നമ്മുടെ ജീവിതം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസ ജീവിതം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തീയ ജീവിതം, ആ ജീവിതം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കേണ്ടതായിരിക്കുന്ന ആ ജീവിതത്തിൽ ദൈവവചനം ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത്. വളരെ ഗൗരവമുള്ളതായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ നാം ഗൗരവബോധം ഉള്ളവരായിരിക്കണം. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 7-ാമത്തെ വാക്യം നോക്കാമോ? 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. ആ ഭാഗത്തും വായിക്കുന്നുണ്ട്, നിങ്ങൾ സുബോധമുള്ളവർ ആയിരിക്കണം എന്ന് വെച്ചാൽ ആ വാക്കിന്റെ ആശയം ഇതാണ്: വിരോധിയായവൻ, ശത്രുവായവൻ, പിശാചായവൻ നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കുവാനിടയാകണം. വിരോധി നമ്മെ കൊണ്ട് ഒന്നും പറയുവാൻ ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമായിട്ട് അതിരിക്കുന്നു. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും കളവായി പറവാൻ ഇടയില്ലാതെ ലജ്ജിക്കണം. ഈ കാര്യത്തിൽ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം, നിങ്ങൾ ഗൗരവബോധമുള്ളവരായിരിക്കണം. നോക്കുക, പൗലോസ് ഈ വാക്ക് പറയുമ്പോൾ എത്രയോ ശക്തമായ പ്രയോഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗം വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പഠിക്കാനായിട്ട് കഴിയുന്നില്ലേ? വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ, കളവായി പറവാൻ ഇടയില്ലാതെ ലജ്ജിക്കണം.
ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നാം സുബോധമുള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുന്നു. ഇനി 4-ാമത്തെ കാര്യം നോക്കുക, 13-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത് അറിയാമോ? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. നോക്കുക, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കേണ്ടതിന്. ഈ സ്ഥാനത്ത് നാം സുബോധമുള്ളവർ ആയിരിക്കണം, നാം ഗൗരവബോധമുള്ളവരായിരിക്കണം. ഏത് ഭാഗത്ത്? ഭക്തികേട്, പ്രപഞ്ച മോഹങ്ങൾ. ഇന്ന് ഭക്തികേടിന്റെ അനേക ലക്ഷണങ്ങൾ, ഭക്തികേട് അനേക സ്ഥാനങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഭക്തികേട്, ഭക്തിയില്ലായ്മ, ഭക്തിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന അനേക സ്ഥാനങ്ങൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വിശ്വാസകോളത്തിൽ തന്നെ. അങ്ങനെ ഭക്തികേട് ഉള്ളതായ സാഹചര്യത്തിൽ പ്രപഞ്ചമോഹങ്ങൾ ഇന്ന് അതാണല്ലോ ഏത് വിശ്വാസിയെയും കടാതെ ആകർഷിച്ചിരിക്കുന്ന ഒരു വിഷയം. അതാണല്ലോ പ്രപഞ്ചമോഹങ്ങൾ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കേണ്ടതിന് ആ സ്ഥാനത്ത് നാം ഗൗരവബോധം ഉള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോക്കുക, 2-ാമത്തെ അധ്യായത്തിൽ മാത്രമായി 4 സ്ഥലങ്ങളിലായിട്ട് ഓർമ്മിപ്പിച്ചിരുന്ന ഒരു വാക്ക് സുബോധത്തോടെ, എന്ന് വെച്ചാൽ ഗൗരവബോധമുള്ളവരായിരിക്കുക. ഈ 4 സ്ഥാനങ്ങളും ഈ 2-ാമത്തെ അധ്യായത്തിൽ 4 വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നാം ഇപ്പോൾ നോക്കുവാനിടയായത്. ഒന്ന്, ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കുക. ഈ സ്ഥാനത്ത് നാം സുബോധമുള്ളവരായിരിക്കണം. 2, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഞാനും നിങ്ങളും സുബോധമുള്ളവരായിരിക്കണം. 3, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് ഞാനും നിങ്ങളും സുബോധമുള്ളവരായിരിക്കണം. 4, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത് ഞാനും നിങ്ങളും സുബോധമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഗൗരവബോധമുള്ളവർ ആയിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ആദ്യത്തെ ഭാഗത്ത് തന്നെ ധാരാളം ആശയങ്ങൾ ചിന്തിക്കാണ്ട് കഴിയുന്നുണ്ട്. ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ വേദഭാഗത്ത് 11 മുതൽ 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായ ഭാഗത്ത് 2 പ്രധാനപ്പെട്ടതായ വിഷയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പൗലോസിന്റെ സത്യങ്ങൾ നമ്മുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 1-ാമത്തെ കാര്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, രക്ഷിക്കുന്ന കൃപ. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം ഇപ്പോൾ ഓർത്തതുപോലെ ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്ന ദൈവകൃപ. 2 ആശയങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. 1, രക്ഷിക്കുന്ന കൃപ. 2, ശിക്ഷിച്ച് വളർത്തുന്ന കൃപ. രക്ഷിക്കുന്ന കൃപ, ധാരാളം കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെത്താൻ രക്ഷിക്കാനായിട്ട് കഴിയുന്നതല്ല, നമുക്ക് ആർക്കും അത് സാധിക്കുന്നതല്ല. നഷ്ടപ്പെട്ടു പോയ മാനവവർഗത്തെ ആത്മരക്ഷ, അല്ലെങ്കിൽ മാനവവർഗത്തിന്റെ ആത്മരക്ഷ, അത് കൃപയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, നഷ്ടപ്പെട്ടു പോയ മാനവവർഗത്തിന്റെ ആത്മരക്ഷ എന്ന് പറയുന്നത് കൃപയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം, തീമോഥെയോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം, അതിന് 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. തീമോഥെയോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ.
തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി ഭോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിനെ ഇവിടെ നിയമിച്ചിരിക്കുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് തീമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. എന്നിട്ട് പറയാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ഈ രക്ഷയുടെ വിശദീകരണം തീത്തോസ് 2:14 വായിപ്പാണ്ട് കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം കൂടെ വായിക്കാം. തീത്തോസ് 2:14 നാം എന്താ അവിടെ വായിക്കുന്നത്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. അതായത് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ നൽകി. നമ്മുടെ ആത്മരക്ഷയ്ക്കായി ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി നൽകി. ഇതര ലേഖനങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഇതേ വാക്ക് പിന്നെയും പല സ്ഥലങ്ങളിൽ ആവർത്തി ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ജീവൻ അർപ്പിച്ച ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ളതായിരിക്കുന്ന വിശ്വാസം. എന്താ നാം മനസ്സിലാക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ആ വാക്കിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ പകരക്കാരനായി കർത്താവായ യേശുക്രിസ്തു ആയിത്തീർന്നു. നമ്മുടെ പകരക്കാരനായിട്ട് അവനായിത്തീർന്നു. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. പത്രോസ് അങ്ങനെയാണ് പറയുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മുടെ എന്താ വായിക്കുന്നത്? 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും മധ്യസ്ഥനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പത്രോസ് പറയുകയാണ്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞേക്കുന്ന വാക്ക് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കാൽവറിയിലേക്ക് ക്രൂശിലേക്ക് കയറിപ്പോകുവാനിടയായി. നമുക്ക് പകരക്കാരനായിട്ട് അവൻ തീർന്നു. നമ്മെ പാപത്തിന്റെ അല്ലെങ്കിൽ അധർമ്മത്തിന്റെ നടുവിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. എന്താ വീണ്ടെടുക്കുക എന്നായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം? വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ മറുവില കൊടുത്ത് സ്വതന്ത്രരാക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മറുവില കൊടുത്ത് സ്വതന്ത്രരാക്കുക. മറുവില എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനമെന്ന് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി മറുവില കൊടുക്കുവാൻ തയ്യാറായത് കർത്താവായ യേശുക്രിസ്തു. അവനെ തന്നെ സമ്പൂർണമായി നമുക്കായിട്ട് ഏൽപ്പിച്ചു തരുവാൻ ദൈവം പ്രസാദിച്ചു എന്നുള്ളത് എത്രയോ ഗൗരവമേറിയതായ ഒരു ചിന്തയായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മെ രക്ഷിക്കുന്ന കൃപ,
നാം അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരിയിലെ ക്രൂസിൽ കർത്താവ് നമുക്ക് വേണ്ടി രക്ഷയെ ഒരുക്കി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നാം എല്ലാവരും പാപത്തിന്റെ അടിമകളായിരുന്നു. പാപത്തിന്റെ ബന്ധനത്താൽ നാം ആയിത്തീർന്നവരായിരുന്നു. നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കേണ്ടതിന് അവൻ പ്രത്യക്ഷനായി എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. നാം പാപത്താൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. പാപത്തിന്റെ ആ വലിയ പാശത്താൽ നാം ബന്ധിക്കപ്പെട്ടു. നമ്മെ സ്വതന്ത്രരാക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. നാം റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, അതിന്റെ അവസാനത്തെ വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? ആർക്കും വിടുവിക്കുവാൻ കഴിയാതെ പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നമ്മെ സ്വതന്ത്രരാക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ നമുക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. സ്വയം നമുക്ക് സ്വതന്ത്രരാകുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. കാരണം പാപത്താൽ നാം ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ സ്വതന്ത്രനാക്കി. നമ്മുടെ പാപങ്ങളെ മുഴുവനായി ചുമന്നൊഴിക്കുവാൻ ദൈവം പ്രസാദിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പാപമോചനം നമുക്ക് നൽകി തരുവാൻ ദൈവം പ്രസാദിച്ചു. രക്ഷിക്കുന്ന കൃപ, അതെത്രയോ ശ്രേഷ്ഠമായ ഒരു വിഷയമായിട്ടിരിക്കുന്നു. തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുന്നത് എന്താണ്? മുമ്പേ നാം ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈശയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നല്ലോ. അത് നമ്മുടെ മുൻകാല ചരിത്രമാണ്. നാം അങ്ങനെയൊക്കെ ആയിരുന്നവരാണ്. നമുക്ക് സ്വയമായിട്ട് സ്വതന്ത്രരാകുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി സ്വയം നൽകുവാൻ ഇടയായി തീർന്നു. സകല അതിക്രമങ്ങളിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ടു. സകല അതിക്രമങ്ങളിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ടു എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? സകല അതിക്രമങ്ങളിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇനിമേൽ പാപത്തിന് യാതൊരു നിലയിലും കർത്തൃത്വം നടത്തുവാൻ ആവില്ല എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. സകല അതിക്രമങ്ങളിൽ നിന്നും നമ്മെ ദൈവം വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഇനിമേൽ പാപത്തിന് നമ്മിൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല എന്നുള്ള ആ സ്ഥാനത്തേക്ക് നമ്മെ ദൈവം കൊണ്ടുവരുവാൻ പ്രസാദിച്ചു. ഈ ആശയം ഉണ്ടല്ലോ, പുതിയ നിയമത്തിന്റെ പല ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പല ഭാഗങ്ങളിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവവചനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അതിലൊരു ഭാഗം എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുവാൻ ഇടയായി. ഞാൻ അത് മാത്രം ഈ തരണത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം ഒന്ന് എടുക്കാമോ? റോമാലേഖനം 6-ാം അധ്യായം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 3 പദപ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ, ആ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന 3 പദപ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നമുക്ക് റോമയിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അത് റോമയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മയും കൂടെ ഉദ്ദേശിച്ച് നമുക്കൂടെ ആയിട്ടാണ് ഈ വാക്യങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ പാപം ഇനി നമ്മിൽ വാഴരുത്. പാപം ഇനി നമ്മെ നിയന്ത്രിക്കുവാൻ ഇടയാകരുത്. ഇവിടെ വാഴരുത് എന്ന് പറഞ്ഞേക്കുന്ന ആശയം ഒരു ഭരണത്തോട് ബന്ധപ്പെട്ടതായ ഒരു പദപ്രയോഗമാണ് ഈ വാഴുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് പറയാണ്,
ഇനി അതിന് ഇടയാകരുത്, പാപം ഇനി വാഴരുത്. എന്ന് വെച്ചാൽ പാപം ഇനി അധികാരം നടത്തരുതെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ട്? നാം സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുകയാൽ, നമ്മുടെ സകല പാപങ്ങളും നമ്മോട് ക്ഷമിച്ച് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാൽ, നമ്മെ ഈ കൃപയുടെ സമൃദ്ധി നമുക്ക് നൽകി തന്നിരിക്കുകയാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയാണ്, പാപം ഇനി വാഴുവാനിടയാകരുത്, നമ്മൾ കർത്തൃത്വം നടത്തുവാൻ ഇടയാകരുത്. അത് വളരെ ഗൗരവമുള്ളതായ ഒരു കാര്യമായിട്ട് പൗലോസ് റോമയിലുള്ള വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം നോക്കി. രണ്ടാമത്തെ കാര്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. ഒന്ന്, പാപം നിങ്ങളിൽ വാഴരുത്. രണ്ട്, പാപത്തിന് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. എത്രയോ ഗൗരവമായിട്ടാണ് പൗലോസ് റോമയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഈ കത്ത് എഴുതുന്നത്, ഈ വാക്കുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപം ഇനി നിങ്ങളുടെ മേൽ വാഴരുത്, പാപത്തിന് സമർപ്പിക്കുകയും അരുത്. കാരണം എന്താണ്? നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്, നിങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവരാണ്, നിങ്ങളെ മറുവില കൊടുത്ത് വീണ്ടെടുത്തതാണ്. സകല അതിക്രമങ്ങളിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ടവരാകിയാൽ പാപത്തിന്റെ മുമ്പിൽ ഇനി നമ്മെ സമർപ്പിക്കരുത്, നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. അടുത്തൊരു വാക്ക് നോക്കുക, ആ ഭാഗത്തിന്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഈ 3 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. എന്താ ഇവിടെ കർത്തൃത്വം എന്നായ വാക്കിന്റെ അർത്ഥം? കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ കർത്താവായിരിക്കുക, അല്ലെങ്കിൽ ലീഡർഷിപ്പ് നടത്തുക, നേതൃത്വം നടത്തുക. പാപം ഇനി നമ്മെ നടത്തുവാൻ, നിയന്ത്രിക്കുവാൻ ഇടയാകരുത്. പാപം ഇനി നമ്മുടെ മധ്യത്തിൽ രാജാവായി വാഴുവാൻ ഇടയാകരുത്. 3 പദപ്രയോഗങ്ങൾ വളരെ ഗൗരവമായ നിലയിൽ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാൽ, സർവ്വ അതിക്രമങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാൽ, പൗലോസ് പറയാണ്, പാപം ഇനി വാഴരുത്, പാപത്തിന് സമർപ്പിക്കുകയും അരുത്. മാത്രവുമല്ല, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഇടയാകരുത്. നാം ദൈവകൃപയുടെ സമൃദ്ധി എന്ന് അനുഭവിക്കുന്നവരാണ്. സമൃദ്ധമായിരിക്കുന്ന ജീവൻ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ആ സമൃദ്ധമായിരിക്കുന്ന ജീവൻ എന്നിലൂടെ വ്യാപരിക്കുന്നത് കൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് എത്രയോ അത്യാവശ്യമായ കാര്യമാണ്. എനിക്കറിയാം, ഈ വിഷയമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ദൈവജനമാണ് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. എന്നാൽ ഇത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, കൃപയാൽ നാം സ്നാനപ്പെട്ടവരാണ്, നാം ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ ഈ വിഷയം നാം കൂടെ ധ്യാനിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഈ ലോകം നമ്മെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വീണ്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒരു ജയജീവിതം നമുക്ക് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനാൽ ഒരു ജയജീവിതം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഈ തിരുവെഴുത്ത് നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ജീവിക്കുന്നത് ഈ ഒരു വർത്തമാനകാലത്തിൽ നാം ജീവിക്കുന്നു. എന്നാൽ ലോകക്കാരെ പോലെയോ ലോകത്തിന് വേണ്ടിയോ അല്ല നാം ജീവിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മെ എത്രമാത്രം ഭരിക്കുന്നുണ്ട്. നാം ജീവിക്കുന്നത്
നമ്മുടെ കർത്താവിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ഒരു സ്വർഗരാജ്യത്തെ പ്രത്യാശിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നാം ഈ ലോകക്കാരല്ല. നാം പരദേശ പ്രയാണികളാണ്. നാം സ്വന്തം രാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും ജീവിക്കുന്നത് ലോകത്തിനു വേണ്ടി അല്ല എന്നുള്ള ആ വാസ്തവമായ ചിന്ത നമ്മെ എത്രമാത്രം ഭരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടതായ 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുവാൻ ഇടയായിത്തീർന്നു. ഞാൻ കൂടെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ രക്ഷിക്കുന്ന കൃപയുള്ള ബന്ധം തന്നെ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഒരു വാക്യം ഒന്ന് വായിക്കട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. 3-4 കൂടെ ഞാൻ വായിക്കാം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. നോക്കുക, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ കൃപയും സമാധാനം ഉണ്ടാകുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. തിന്മ നിറഞ്ഞായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ മുഖാന്തരം നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം ദൈവമക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ ദൈവകൃപയുടെ സമൃദ്ധി അനുഭവിപ്പാൻ അനുദിന ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്? റോമാലേഖനം 12-ാം അധ്യായത്തിലെ ഒരു വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലേക്ക് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാണ്, നാം ലോകക്കാരായി ജീവിക്കാൻ പാടില്ല. നാം ഈ ലോകത്തോട് അനുരൂപമാകരുത്. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ വളരെ എളുപ്പമാണ്. നാം ലോകത്തോട് എത്രമാത്രം അനുരൂപമായിരിക്കുന്നു, നാം എത്രമാത്രം ലോകത്തോട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. നാം ലോകക്കാരല്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. കാരണം ഈ രക്ഷിക്കുന്ന കൃപ നമ്മിലേക്ക് വ്യാപരിച്ചിട്ട്, കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നാം ദൈവമക്കളായി തീർന്നവരാണ്. രക്ഷിക്കുന്ന കൃപ, സമൃദ്ധമായ കൃപ, അത് അനുഭവിക്കുന്നവരാണ്. ആ അനുഭവിക്കുന്നവർ എന്നുള്ളതായ നിലയിൽ നാം ഈ ലോകത്തോട് അനുരൂപമാകരുത്. ഈ ലോകം നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകം നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ലോകത്തിന്റെ വശീകരണത്തിൽ പെടാതെ വണ്ണം ഈ ലോകത്തിന് അനുരൂപമാകാതെ നാം ജീവിക്കേണ്ടത് എത്രയോ വലിയൊരു ആവശ്യമായിട്ടാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇത് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ എത്രമാത്രം ലോകത്തിലേക്ക് ഞാനും നിങ്ങളും ഇറങ്ങിപ്പോയിരിക്കുന്നു. ദൈവം മുമ്പാകെ സമ്മതിക്കാൻ പറ്റുമോ? ലോകത്തിന്റെ കാഴ്ചപ്പാടിലേക്ക്, ലോകത്തിന്റെ ചിന്തകളിലേക്ക്, ലോകത്തിന്റെ മായ കാഴ്ചകളിലേക്ക് ഞാനും നിങ്ങളും ഇറങ്ങിയിട്ടില്ലേ? ഇല്ലെന്ന് സമ്മതിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ ഇതുവരെ ലോകത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല, കഴിയുകയില്ല.
വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. നാം ഈ ലോകത്തിന് അനുരൂപമാകരുത്. അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല. നാം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകണം. ജീവനും വിശുദ്ധിയും ഉള്ളതായിട്ടുള്ള ജീവനം നമുക്ക് നയിപ്പാൻ ഇടയായിത്തീരണം. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിലെ വിഷയം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കുന്ന നിങ്ങളും രൂപാന്തരപ്പെടണം. ദൈവത്തിന്റെ വചനം എത്രയോ ശക്തമായിട്ടാണ് ഈ ആലോചനകളെ നമ്മുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മുമ്പേ, ഈ 2-ാം അധ്യായം നാം സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ മുമ്പേ 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 എന്നുള്ള പല പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം മുതൽ ഇങ്ങനെ വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാൽ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിലും അനുസരിക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. തൊട്ടടുത്ത വാക്യത്തിൽ വായിക്കുന്ന, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. നമ്മുടെ മുൻകാല അവസ്ഥയെപ്പറ്റി പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പേ നാം ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നടന്നവരായിരുന്നു. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ 3 യാഥാർത്ഥ്യങ്ങൾ പൗലോസ് പറയുകയാണ്. ഈ ലോകത്തിന്റെ കാലഗതികൾ. മറ്റൊരു പദപ്രയോഗം, ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അതാരാണ്? ജോസുമോനെ, അതാരാണ്? ഫിലിപ്പ് മാത്യു. ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് അതാരാണ്? പിശാച്, അല്ലേ? അപ്പൊ ലോകം, പിശാച്. നോക്കി അടുത്ത വാക്യം, 3-ാം വാക്യം നോക്കി. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. അപ്പൊ ലോകം, ജഡം, പിശാച്. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഈ സത്യം പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. ലോകം, ജഡം, പിശാച്. നാം ഇതിന്റെ പിന്നാലെ പോയവർ ആയിരുന്നു. എന്നാൽ നമ്മെ അവൻ ഉയർപ്പിച്ചു. നമ്മെ അവൻ നമുക്ക് ജീവൻ നൽകി തന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചു. നമ്മെ ജീവനുള്ളവരാക്കി തീർത്തു. എത്രയോ വലിയ ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്തു തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കാലഗതിയിൽ നിന്നും പിശാചിന്റെ അധികാരത്തിൽ നിന്നും നമ്മുടെ ജഡമോഹങ്ങളിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നാം ഇനി ലോകത്തോട് അനുരൂപപ്പെടുവാൻ പാടില്ല. ശക്തമായ ഒരു ഉപദേശം, ശക്തമായ ഒരു പ്രബോധനമാണ് ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുമ്പാകെ നൽകി തരുന്നത്. രക്ഷിക്കുന്ന കൃപയെന്ന് പറഞ്ഞപ്പം കാര്യം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു, അല്ലേ? കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടു. വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളൊന്ന് കഴിഞ്ഞു. എന്നാൽ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആശയം എത്രമാത്രം ഗൗരവമേറിയതായ ഒന്നാണ്, എത്രമാത്രം ചിന്തനീയമായ ഒന്നാണ്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. എഫേസ്യർ നാം വായിച്ചത്, ലോകത്തിന്റെ മാനദണ്ഡ പ്രകാരം ഇനി നാം നടക്കരുത്. ലോകത്തിന്റെ മാനദണ്ഡ പ്രകാരം ഇനി നമുക്ക് നടക്കാൻ പാടില്ല. നാം അങ്ങനെ നടക്കരുത് എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. നാലാമത്തെ കാര്യം, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ
ഞാനും നിങ്ങളും ഒരു വരുവാനുള്ള ലോകത്തിനായി കാത്തിരിക്കുന്നവരാണ്. നോക്കുക, ഒന്ന്, തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. രണ്ട്, നാം ലോകത്തോട് അനുരൂപപ്പെടരുത്. മൂന്ന്, ലോകത്തിന്റെ മാനദണ്ഡ പ്രകാരം നാം നടക്കരുത്. നാല്, വരുവാനുള്ള ലോകത്തിനായി നാം കാത്തിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ ഒരു വരുവാനുള്ള ലോകം, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി, നാം അതിനായിട്ട് കാത്തിരിക്കും. നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ എന്നാണ് പത്രോസ് പറഞ്ഞത്. നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ. ഞാൻ നിങ്ങൾ ഒരു പുതിയ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഈ ചിന്ത നമ്മെ എത്രമാത്രം ഭരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു പുതിയ അനുഭവത്തിനായി കാത്തിരിക്കുന്നവരാണ്. ഇന്ന് ഈ ശരീരത്തിൽ, ഈ മൺമയമായ ശരീരത്തിൽ, പാപം കുടികൊള്ളുന്ന ഈ ശരീരത്തിൽ നിന്നും നമുക്കൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഒരു പുതിയ ആകാശത്തിനായിട്ട്, ഒരു പുതിയ ഭൂമിക്കായിട്ട്, ഒരു പുതിയ അനുഭവത്തിനായിട്ട് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നവരാണ്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. രക്ഷിക്കുന്ന കൃപ, നാം ഇതുവരെയും അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട് ആ ഭാഗത്ത് ചിന്തിക്കുവാൻ. എന്നാൽ സമയം ഇവിടെ തീരുകയാണല്ലോ. ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ ശുദ്ധീകരിച്ചു, തൻ്റെ പ്രത്യേക ജനമാക്കി തീർത്തിരിക്കാൻ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തീത്തോസ് 2:14 നാം അത് തന്നെയാണ് വായിച്ചത്. 14-ാമത്തെ വാക്യം, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി. അടുത്ത വാക്യം ഞാൻ പറയട്ടെ, തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. പൗലോസ് ആ വാക്ക് രേഖപ്പെടുത്തുമ്പോൾ തന്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ആ ചിന്തയെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? താൻ പറയാണ് 14-ാം വാക്യ അവസാന ഭാഗത്ത്, സൽപ്രവർത്തി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്, സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മുടെ കർത്താവുമായുള്ള ആ നിത്യബന്ധം, ആ കർത്താവുമായുള്ള ജീവിതം, അത് ദൈവം നമുക്ക് സമ്മാനിക്കുവാൻ സാധിച്ചു. ദൈവം നമ്മെ ശുദ്ധീകരിച്ചു, തൻ്റെ പ്രത്യേകമായ ജനമാക്കി നമ്മെ തീർത്തു. ഈ അനുദിന ജീവിതത്തിൽ കൃപ നമ്മെ വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയുടെ പ്രകാശനം നമ്മുടെ ഹൃദയങ്ങളെ ശോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൃപയുടെ ആ പ്രകാശനമാണ് നമ്മുടെ ഈ യാത്രയിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തുന്നതായ ഘടകം. അതാണ്. മാത്രവുമല്ല, വിശുദ്ധീകരണമെന്ന ആ വലിയ പ്രക്രിയയുടെ ലക്ഷ്യം നമ്മെ ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. വിശുദ്ധീകരണം എന്ന ആ പ്രക്രിയ അത് നമ്മിൽ സാധിക്കുവാനായിട്ട് പോവുകയാണ്. അതിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ നിങ്ങൾ എത്തുവാനായിട്ട് പോവുകയാണ്. അതാണ് ഇവിടെ വായിച്ച് അവസാനിപ്പിച്ചത്. ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്ത ദൈവപുത്രൻ. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഈ പഠനം അടുത്ത 3 ആഴ്ച കൂടെ തുടരുന്നതാണ്. ധാരാളം വിഷയങ്ങൾ ഇനിയും ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് ധാരാളമായ കൃപകളെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ പഠനവും കാരണമായി തീരട്ടെ. രക്ഷിക്കുന്ന കൃപ എന്ന വിഷയമാണ് നമ്മൾ ഇതുവരെ ഓർത്തുകൊണ്ടിരുന്നത്. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഈ രക്ഷിക്കുന്ന കൃപയിൽ സന്തോഷിച്ചുകൊണ്ട്, ഈ രക്ഷിക്കുന്ന കൃപയെ പ്രാവർത്തികമാക്കിക്കൊണ്ട്, ആ കൃപയുടെ സമൃദ്ധി അനുഭവിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം, ഒരു ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സർവാത്മന സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.